Good morning, all. Good morning, ma'am. Good morning, ma'am. Biomedical waste മിസ്സിനോട് സ്റ്റാർട്ട് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. മിസ്സിന്റെ സെക്ഷൻ ഭാഗങ്ങൾ കഴിഞ്ഞു. മിസ് ചിലപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ ടെർമിനോളജി എടുക്കും, കുറച്ച് ഭാഗങ്ങൾ അബ്രിവേഷൻ ആ ഭാഗങ്ങൾ കേട്ടാ. അതിക്ക് മുമ്പ് നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്താം. നമ്മളിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനും നിങ്ങളൊക്കെ വന്നിരിക്കുന്നേ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് ആ ഭാഗങ്ങൾ മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, PDF എടുത്തിട്ടുണ്ടോ? പ്രിന്റ് എടുത്തിട്ടുണ്ടോ എല്ലാവരും? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രിന്റ് കയ്യിലുണ്ടോ എല്ലാവരും? ഓക്കെ, പതിനാലാമത്തെ ചാപ്റ്റർ കേട്ടാ. നിങ്ങൾക്ക് വരാവുന്നത് ഹു ഈസ് അറ്റ് റിസ്ക്. ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക് ഉണ്ടാവാൻ, അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളത്? 32 ആണോ? ആർക്കൊക്കെയാണ് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ആർക്കൊക്കെയാണ്? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അല്ലെ, ഡോക്ടർമാർക്ക്. ഇനി എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക്. പിന്നെ ആർക്കാണ്? പേഷ്യൻസ് അല്ലെ, ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസിന് അല്ലെ റിസ്ക് ഉണ്ടാവില്ലേ? ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ അവർക്ക് എടുക്കാൻ സാധ്യതയുണ്ട് അല്ലെ. പിന്നെ ആർക്കാണ്? ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അല്ലെ, ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകള്. പിന്നെ എന്താണ്? ഈ വേസ്റ്റുകള് കളക്ഷൻ ചെയ്യുന്ന അല്ലെ, ശേഖരിക്കുന്ന, അതല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾ, സംസ്കരിക്കുന്ന സ്റ്റാഫുകൾക്ക്. നെക്സ്റ്റ് ജനറൽ പബ്ലിക് ആൻഡ് ദി എൻവിയോൺമെന്റ്. അറിയാലോ, നമ്മുടെ സാധാരണ പൊതുജനങ്ങൾക്ക് അല്ലെ, പബ്ലിക്കിനും എൻവിയോൺമെന്റിനും. അടയാളപ്പെടുത്തിയോ? ഹു ഈസ് അറ്റ് റിസ്ക്? സിമ്പിൾ അല്ലേ അത്? അവിടെ നിന്ന് ചോദ്യം കണ്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറില്. പിന്നീടില്ലേ നമ്മുടെ പ്രൈമറി സോഴ്സസ്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രൈമറി സോഴ്സ് എവിടെ നിന്നൊക്കെയാണ്? പ്രാഥമിക ഉൽപാദകർ ആരൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ? ഹോസ്പിറ്റൽസ് അല്ലേ, പിന്നെ മെഡിക്കൽ കോളേജുകള്, പിന്നെന്താണ്? നഴ്സിംഗ് സെന്റേഴ്സ് അല്ലേ, പിന്നെന്താണ്? ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, പിന്നെ ഏതാണ്? ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ് അല്ലെ, പ്രതിരോധ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങള്, ഓട്ടോപ്സി സെന്റേഴ്സ് എന്താണ്? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലങ്ങള്, സ്ഥാപനങ്ങള്. ക്ലിയർ ആയോ? പിന്നെ സെക്കൻഡറി സോഴ്സസ്, അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, പ്രൈമറി സോഴ്സില് ഉൾപ്പെടാത്ത ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഉൽപാദകർ ആരൊക്കെയാണ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് കേട്ടാ. അടയാളപ്പെടുത്തിയത്? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 8 ആയിട്ട് അല്ലേ? ആണോ? മറന്ന ഇതൊക്കെ 8 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതില് ഏതൊക്കെയാണ്? ജനറൽ വേസ്റ്റ്, പൊതു മാലിന്യങ്ങൾ അല്ലെ. പിന്നെ എന്താണ്? പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബോഡി പാർട്സുകള്, ഹ്യൂമൻ ടിഷ്യൂസ്, അനിമൽ കാർക്കേസസ് അല്ലെ. പിന്നെ ഏതാണ്? റേഡിയോ ആക്റ്റീവ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ റേഡിയോ ന്യൂക്ലിയസ് ഐസോട്ടോപ്പുകളൊക്കെ അല്ലെ. നെക്സ്റ്റ്
കെമിക്കൽ വേസ്റ്റുകൾ. നെക്സ്റ്റ് എന്താണ്? ഇൻഫെക്ഷൻസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷൻസ് വേസ്റ്റുകൾ. എന്താണ്? ഇൻഫെക്ഷൻ ബാധിച്ച അല്ലെ, പകർച്ചവ്യാധികള് ബാധിച്ച സാംക്രമിക മാലിന്യങ്ങൾ വരെ അല്ലെ, എന്താണ്? എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ വേസ്റ്റുകള്. നെക്സ്റ്റ് എന്താണ്? ഷാർപ്പായിട്ടുള്ള സിറിഞ്ചസ്, നീഡിൽസ് അല്ലെ, സർജിക്കൽ നൈഫുകള്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്താണ്? എക്സ്പയർഡ് ഡ്രഗ്സുകൾ അല്ലെ, അല്ലെങ്കിൽ വിപണിയില് നിരോധിച്ച മരുന്നുകൾ അല്ലെ, അല്ലെങ്കിൽ സൈറ്റോടോക്സിക് മെഡിസിനുകൾ. പിന്നെ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്താണ്? ലിക്വിഡുകളോ അല്ലെങ്കിൽ ഗ്യാസുകളോ അല്ലെങ്കിൽ പൗഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നിറച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സ്. അടയാളപ്പെടുത്തിയോ? ഓക്കെ. നെക്സ്റ്റ് ടേബിള്. ഈ ടേബിൾ ഒന്ന് അടയാളപ്പെടുത്തിട്ടാ. ബയോളജിക്കൽ ഇൻഫെക്ഷസ് റിസ്കും കെമിക്കൽ, അതില് ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റ്, ഇതിലേതെങ്കിലും ഒരു ഇത് തന്നിട്ട് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടാത്തത്, അതല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കില്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. Not included in pharmaceutical, which is not included in pharmaceutical waste എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്. അടയാളപ്പെടുത്തിയോ? അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാട്ടാ. ഇനി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഓഫ് ഫോറസ്റ്റ്, അതിന്റെ ഫുൾ ഫോം MOEF സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടേബിളല്ലേ പറയണെന്ന് പറഞ്ഞത് ആരോ കഴിഞ്ഞ ദിവസം ക്ലാസ്സില്? ആണോ? ടേബിള് നോക്കാട്ടാ, മിസ് ടേബിള് പറഞ്ഞുതരാം. എന്നാണ് നമ്മുടെ ടേബിളില് പറഞ്ഞിരിക്കുന്നത്? വേസ്റ്റ് കാറ്റഗറി നമ്പർ ആണ് കാറ്റഗറിയില്. ടൈപ്സ് ഓഫ് വേസ്റ്റ്, ആ കാറ്റഗറിയിൽ ഏത് തരം വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്, ആ വേസ്റ്റുകളെ ഏത് കളർ ബാഗില് അല്ലെങ്കിൽ ഏത് കളർ കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള, സംസ്കരിക്കാനുള്ള മെത്തേഡ്, രീതി ഏതാണ്, അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്നത് എന്താണ്? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ്. അനാറ്റോമിക്കൽ, ഹ്യൂമന്റെ, മനുഷ്യരുടെ അനാറ്റോമിക്കൽ വേസ്റ്റ്. അത് ഏതൊക്കെയാണ്? ഹ്യൂമൻ ടിഷ്യൂസ് അല്ലെ, എന്താണ്? ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകള്. എന്താണ് നമ്മുടെ ഒരു അപ്പൻഡിക്സ് ഒക്കെ ഇല്ലേ? അപ്പൻഡിക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ എന്താണ്? അത് കട്ട് ചെയ്ത് നമ്മുടെ ഇന്ന് എടുക്കും. അപ്പൻഡിക്സ് ബാധിച്ച് ഇൻഫെക്ഷൻ ആയിട്ടുള്ള അല്ലെ, അതൊക്കെ എന്താണ്? പിന്നീട് അത് അവര് സ്റ്റഡി ചെയ്യാനായിട്ട് വിടില്ലേ? ആണോ? വിടും. അപ്പൊ അതൊക്കെ നമ്മുടെ പാർട്സ് അല്ലേ, നമ്മുടെ ബോഡി പാർട്സ് അല്ലേ ഇതൊക്കെ. അതിലെങ്കിലും മുഴകൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, എവിടെയെങ്കിലും കയ്യുമ്പോഴോ അങ്ങനെ മുഴകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അതൊക്കെ കട്ട് ചെയ്ത് കണ്ട് അത് വീണ്ടും സ്റ്റഡി, എന്താണ് ക്യാൻസർ ഒക്കെ ആണോ എന്ന് അറിയാനായിട്ട് അല്ലെ അയക്കാറുണ്ട് ലാബിലേക്ക്, ബയോപ്സിക്ക് അയക്കാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ ബോഡി പാർട്സുകളാണ് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളല്ലേ, ചെറിയ ചെറിയ ഭാഗങ്ങളല്ലേ ഇതൊക്കെ. അതൊക്കെ എന്താണ്? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ്. ഇതെന്താണ്? എങ്ങനെയാണ് ഇത് സംസ്കരിക്കുന്നത്? ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂറിയൽ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് ചാരമാക്കുക. അതല്ലെങ്കിൽ എന്താണ്? ഡീപ് ബ്യൂറിയൽ, എന്താണ്? വലിയ കുഴി കുത്തിങ്ങാണിട്ട് അതിലിട്ട് മൂടും. അതിൽ ഇനി ഡൗട്ട്സ് ഉണ്ടോ?
ഇല്ല. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 2. കാറ്റഗറി നമ്പർ 2ൽ ഉൾപ്പെടുന്നത് അനിമൽ വേസ്റ്റുകളാണ്, മൃഗങ്ങളുടെ വേസ്റ്റുകളാണ്. അതെവിടെ നിന്നൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെ, അല്ലെങ്കിൽ റിസർച്ച് കേന്ദ്രങ്ങളിൽ നിന്ന്, ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അനിമൽസിന്റെ വേസ്റ്റുകള് എന്താണ്? ആനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകള്, കാർക്കേസസ് എന്ന് പറഞ്ഞാല് ശവശരീരങ്ങൾ അല്ലെ, പിന്നെ ബ്ലീഡിങ് പാർട്സുകള്, ഫ്ലൂയിഡുകള്, ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ടാവില്ലേ ആനിമൽസിന്റെ, ബ്ലഡ് ഒക്കെ ഉണ്ടാവില്ലേ, blood and experimental animals used in research, waste produced in veterinary hospitals and colleges, hospitals from discharges എന്നാണ് വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അനിമൽസിന്റെ വേസ്റ്റുകള്. ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗില്. ഇതെന്താണ്? അനിമൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നത് ഇൻസിനറേഷൻ, നമ്മൾ കത്തിച്ചു കളയുകയോ അതല്ലെങ്കിൽ വലിയ കുഴി കുത്തി മൂടുകയോ ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? കാറ്റഗറി നമ്പർ 3യിലുള്ള ലബോറട്ടറിയിലാണല്ലേ, ലാബുകളിലാണല്ലേ. മൈക്രോബയോളജി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. എന്താണ്? വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്, സ്റ്റോക്സ് ഓഫ് സ്പെസിമെൻസ് അല്ലെ, നമ്മുടെ സാമ്പിളുകള് ഓഫ് ലൈവ് മൈക്രോ ഓർഗാനിസംസ്, human and animal cells, cultures and used in research and infectious agents from research and industrial laboratories. Biological production by produce waste toxins and devices utilized to transfer cultures. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ഓർ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗില്. ഇത് എന്തെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ലോക്കൽ ഓട്ടോക്ലേവിംഗ് ഓർ മൈക്രോവേവിംഗ് ഇൻസിനറേഷൻ. എന്താണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഉയർന്ന നീരാവി ഉപയോഗിച്ചില്ലേ, എന്താണ് സ്റ്റീം ഉപയോഗിച്ചും കാണിട്ട് സ്റ്റെറിലൈസ് ചെയ്യും അല്ലെ, അണുവിമുക്തമാക്കും. അല്ലെങ്കിൽ എന്താണ് മൈക്രോവേവിംഗ് ഇൻസിനറേഷൻ? എന്താണ്? ഇൻസിനറേഷൻ വഴിയിലെ കത്തിച്ച് കളയും. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 4. കാറ്റഗറി നമ്പർ 4ൽ എന്താണ്? വേസ്റ്റ് ഷാർപ്പ്. നമുക്കറിയാലോ ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപെൽസ്, എന്താണ് സർജിക്കൽ നൈഫുകളൊക്കെയാണ് സ്കാൽപെൽസ്. ബ്ലേഡ്സ്, ഗ്ലാസ്, എന്തെങ്കിലും ഗ്ലാസുകൾ അല്ലെ, കണ്ടെയ്നേഴ്സ് ഒക്കെ പൊട്ടുക, അതിന്റെയൊക്കെ ഇതൊക്കെ എന്താണ്? മൂർച്ചയുള്ളതായിട്ടില്ല, പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന കഷ്ണങ്ങള്. അപ്പൊ അതൊക്കെയാണ്. അതെങ്ങനെയാണ്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ് അല്ലെ, ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ട്രാൻസ്ലസന്റ് ആയ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള പങ്ക്ചർ പ്രൂഫ് ആയ, പങ്ക്ചർ പ്രൂഫ് അറിയാലോ, കീറാതിരിക്കാൻ അല്ലെ. ഈ നീഡില് അതൊക്കെ എന്താണ്? സൂചി പോലെ അല്ലെ, ഷാർപ്പായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഈ ബാഗുകൾ കീറിപ്പോകൂല്ലേ? കീറിപ്പോകോ? കീറിപ്പോ. അപ്പൊ അതുകൊണ്ട് പങ്ക്ചർ പ്രൂഫായി, അങ്ങനെ കീറാതിരിക്കാനുള്ള കീറാതിരിക്കുന്ന പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്യുക? ഡിസ്പോസ് ചെയ്യല്ല, ഡിസ്ഇൻഫെക്ട് ചെയ്യാണ്. അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്, എന്താണെങ്കിൽ കെമിക്കൽ ലായനികളോ ലിക്വിഡ്സുകളോ അതല്ലെങ്കിൽ കെമിക്കൽ റിയേജൻസുകളോ യൂസ് ചെയ്ത് കാണിട്ട് എന്ത് ചെയ്യും? അണുവിമുക്തമാക്കും. അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് ആൻഡ് മൾട്ടിലേഷൻ ഓർ ഷ്രെഡിംഗ്. എന്താണ് മൾട്ടിലേഷൻ എന്ന് പറഞ്ഞാല്? ഇവ ഒന്നിൽ കൂടുതൽ കഷ്ണങ്ങളാക്കി മാറ്റുക, അങ്ങനെ വിഭജിച്ചിങ്ങാണ്ട് എന്ത് ചെയ്യാം? അത് ഇൻസിനറേഷൻ ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഓട്ടോക്ലേവ് ഒക്കെ ചെയ്ത് ഡിസ്പോസ് ചെയ്യുക. ഷ്രെഡിങ്ങും മൾട്ടിലേഷനും ഒന്ന് തന്നെയാണ്. എന്താണ്? ഒന്നിൽ കൂടുതൽ കഷ്ണങ്ങളാക്കി മാറ്റുക, വിഭജിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്
നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 5. അതിലെന്താണ് ഡിസ്കാർഡഡ് മെഡിസിൻസ് ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. വേസ്റ്റ് മേക്കപ്പ്, വേസ്റ്റഡ്, കണ്ടാമിനേറ്റഡ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റഡ്. എന്താണ് ഡേറ്റുകൾ കഴിഞ്ഞ മരുന്നുകൾ അല്ലെങ്കിൽ വിപണിയിൽ നിരോധിച്ച മരുന്നുകളൊക്കെയാണ് ഡിസ്കാർഡഡ് മെഡിസിൻ. സൈറ്റോടോക്സിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ശരീരത്തിലെ സെൽസുകളെ ഡാമേജ് ചെയ്യുന്ന, നശിപ്പിക്കുന്ന ഡ്രഗ്സുകൾ. എന്താണ്? ക്യാൻസർ ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള മെഡിസിൻസ് ആണ്. ഇത് എന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ ചെയ്യും, കത്തിച്ച് ചാമ്പലാക്കി കളയല്ലേ. അതല്ലെങ്കിൽ എന്താണ്? ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫില്ലുകൾ. എന്താണ്? സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ എന്താണ്? കുഴികുത്തി മൂടുന്നു. ക്ലിയർ ആയത്? പൊടിച്ചിങ്ങാണ്ട് ഡിസ്ട്രക്ഷൻ ചെയ്യുക. മെഡിസിൻസ് അങ്ങനെ കൊണ്ടുപോയി തന്നെയാണോ കുഴികുത്തി മൂടുന്നത്? അല്ല, എന്ത് ചെയ്യും? ഈ പൊടിക്കും ആദ്യം തന്നെ ഡിസ്ട്രക്ഷൻ ചെയ്യും. പൊടിച്ചിങ്ങാണ്ട് പൊടിയാക്കിയിട്ട് ആ പൊടിയാണ് കൊണ്ടുപോയി മണ്ണിട്ട് മൂടുന്നത്, കുഴിയിലിട്ടൊക്കെ മൂടുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 6. കാറ്റഗറി നമ്പർ 6 സോളിഡ് വേസ്റ്റുകൾ. എന്താണ്? ഖരരൂപത്തിലുള്ള, ഖരാവസ്ഥയിലുള്ള വേസ്റ്റുകൾ. ഇതെന്താണ്? ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സുകൾ. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള, പൊല്യൂട്ടഡ് ആയിട്ടുള്ള എന്താണ്? കോട്ടൻസ് അല്ലെ, പഞ്ഞികളൊക്കെ ഉണ്ടാവും അല്ലെ നമ്മള് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞെങ്കിൽ അത് ഡ്രസ് ചെയ്യാനൊക്കെ കോട്ടൻസ് യൂസ് ചെയ്യല്ലേ. അങ്ങനെയുള്ള കോട്ടൻസ്, ബാൻഡേജുകൾ അല്ലെ, ബാൻഡേജുകള്, സോയിൽഡ് പ്ലാസ്റ്റർ കാസ്റ്റുകൾ, നമുക്ക് പ്ലാസ്റ്ററിന്റെ ഒക്കെ ഇതുകള്, ലിനൻസ്, ലൈൻസ് അല്ലാട്ട ലിനൻസ്, ബെഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ്. നമ്മുടെ ബ്ലഡ് കൊണ്ട് മലിനമായ ബെഡ്ഷീറ്റുകളോ ബെഡുകളോ ഒക്കെയാണ് സോളിഡ് വേസ്റ്റുകള്. എന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഇതെന്ത് ചെയ്യും? ഇൻസിനറേഷൻ ചെയ്യും, അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, അതല്ലെങ്കിൽ മൈക്രോവേവിംഗ്. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗ് അത് എന്താണെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? പറഞ്ഞതല്ലേ? ഓക്കെ. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 7. കാറ്റഗറി നമ്പർ സോയിൽഡ് വേസ്റ്റ് എന്നാണ്. കാറ്റഗറി നമ്പർ 6 മിസ്സും വായിച്ചത് മാറിപ്പോയി. സോയിൽഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ കേട്ടാ, മലിനമായിട്ടുള്ള വേസ്റ്റുകള്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റുകൾ. സോളിഡ് വേസ്റ്റ് എന്താണ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസബിൾ പ്രോഡക്ട്സ് അതർ ദാൻ ഷാർപ്പ് വേസ്റ്റ് ഇൻക്ലൂഡിങ് ട്യൂബിങ്, കാത്തീറ്റേഴ്സ്, ഇൻട്രാവീനസ് സിസ്റ്റം. എന്തൊക്കെയാണ് ഡിസ്പോസൽ പ്രൊഡക്റ്റ്? എന്താണ്? ഷാർപ്പുകൾ അല്ലാത്ത ഡിസ്പോസൽ. എന്താണ്? കാത്തീറ്ററൈസേഷൻ പ്രോസസ്സുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന നേരത്തെ ട്യൂബുകള്. മിസ് കഴിഞ്ഞ ദിവസം മൈക്രോ ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായി, ഓർമ്മയുണ്ടാ? യൂറിനൽ കത്തീറ്ററൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള ഇതുകളൊന്നും പറഞ്ഞിട്ടുണ്ടായി. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന്. എന്താണ്? കത്തീറ്ററൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നേരത്തെ ട്യൂബുകള്. പിന്നെന്താണ്? നമുക്ക് ഗ്ലൂക്കോസ് കയറ്റുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബുകളൊക്കെ ഇല്ലേ? ട്യൂബിങ്ങുകളാണ്. ക്യാൻസറിന് ഗ്ലൂക്കോസിനിടുന്ന ട്യൂബുകള്. പിന്നെ ഇൻട്രാവീനസ് സിസ്റ്റത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബുകളൊക്കെയാണ് സോളിഡ് വേസ്റ്റുകളിൽ പെടുന്നത്. ഇതെന്താണ്? റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്ന? ഡിസ്ഇൻഫെക്ഷൻ ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അണുവിമുക്തമാക്കുന്നു. അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് മെത്തേഡ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൈക്രോവേവിംഗ് മെത്തേഡിലൂടെ, അതല്ലെങ്കിൽ മൾട്ടിലേഷൻ ഓർ ഷ്രെഡിംഗ്. ഈ ട്യൂബുകള് പല കഷ്ണങ്ങളാക്കി മാറ്റി കണ്ടിട്ട് എന്ത് ചെയ്യും?
ഡിസ്പോസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 8 എന്താണ്? ലിക്വിഡ് വേസ്റ്റുകള്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകള് അതല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള ഹൗസ് കീപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യില്ലേ, ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡ്സുകള്, അതൊക്കെയാണ് ലിക്വിഡ് വേസ്റ്റുകൾ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ്, ലബോറട്ടറി ആക്ടിവിറ്റീസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വേസ്റ്റുകൾ ആസ് വെൽ ആസ് വാഷിംഗ്, കഴുകുന്നതിലൂടെ, ക്ലീനിങ് ചെയ്യുന്നതിലൂടെ, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസിൻഫെക്ഷൻ ടാസ്കുകളുടെ അണുവിമുക്തമാക്കുന്ന പ്രക്രിയയിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന ലിക്വിഡ് വേസ്റ്റുകൾ. ഇത് നമുക്ക് ലിക്വിഡ് വേസ്റ്റുകൾ ബാഗിലാക്കി സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇതെന്താണ് ചെയ്യുന്നത്? ഡിസിൻഫെക്റ്റന്റ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജിംഗ് ടു ഡ്രെയിൻസ്. എന്താണ്? ഡ്രെയിൻസില്, അഴുക്ക് ചാലില് ഡിസിൻഫെക്ട് ചെയ്തിട്ടാണ് നശീകരണം നടത്തിയിട്ട് അഴുക്ക് ചാലിൽ ഒഴിച്ച് കളയുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 9 ഇൻസിനറേഷൻ ആസ് ആഷ്. എന്താണ്? നമ്മ ഇൻസിനറേഷൻ ചെയ്യുന്ന പ്രക്രിയ, കത്തിച്ച് കളയുന്ന പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്ന ചാരം, ഇൻസിനറേഷൻ ആഷ്. ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്, ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക്. ഇത് എങ്ങനെയാണ്? മുനിസിപ്പൽ ലാൻഡ് ഫിൽ ഡിസ്പോസ് ചെയ്യുന്ന ലാൻഡ് ഫില്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 10 എന്താണ്? കെമിക്കൽ വേസ്റ്റുകൾ. കെമിക്കൽ യൂസ്ഡ് ദ മാനുഫാക്ചർ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. എന്താണ്? ബയോളജിക്കൽ പ്രോഡക്ട്സിലൂടെ ഉണ്ടാക്കുന്ന കെമിക്കൽസ്. അതെന്താണ്? നമ്മുടെ ട്രീറ്റ്മെന്റുകളിലൂടെ അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്നതിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽസ് ആണ്. കെമിക്കൽ യൂസ്ഡ് ടു ക്ലീൻസ് സർഫസ്, സർഫസുകളിലെ നമ്മുടെ പ്രതലങ്ങളിൽ, ആശുപത്രിയുടെ പ്രതലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, കീടനാശിനികളില് കെമിക്കൽസ് യൂസ്ഡ് ഇൻ പെസ്റ്റിസൈഡ്, കീടനാശിനികളൊക്കെ എന്താണ്? കെമിക്കൽ വേസ്റ്റുകളാണ്. ഇത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതിന്റെയും കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജിംഗ് ടു ഡ്രെയിൻസ് ഫോർ ലിക്വിഡ്സ് ആൻഡ് സെക്യൂർഡ് ലാൻഡ് ഫിൽ ഫോർ സോളിഡ്സ്. എന്താണ്? സോളിഡ്സുകൾ എന്താണ്? ലാൻഡ് ഫില്ലുകൾ നികത്തുന്നതിനായിട്ട് യൂസ് ചെയ്യും. പിന്നെ അതിൽ നിന്ന് വരുന്ന ലിക്വിഡുകൾ എന്ത് ചെയ്യും? ഡ്രെയിൻസില് ഒഴുക്കിക്കളയും, അഴുക്ക് ചാലില് അല്ലെങ്കിൽ ടാങ്കില് ഒഴുക്കിക്കളയും. ക്ലിയർ ആയോ? ടേബിള്. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് PP, നിങ്ങളുടെ പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് ഒക്കെ ഇല്ലേ, അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണൽ സേഫ്റ്റി എന്താണ്? ഗ്ലൗസ്, അപ്രോൺസ് അല്ലെ, മാസ്കുകള്, ഗൗൺസ്, ബൂട്ട്സുകളൊക്കെ. ഓക്കെ, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. അറിയാലോ, ഹൈ ടെമ്പറേച്ചർ. This is a high incineration technology. This is a high temperature thermal process that employs burning of waste under controlled condition for changing them into inert material and gases. എന്താണ്? ഗ്യാസിന്റെ സഹായത്തോടെ അതല്ലെങ്കിൽ കെമിക്കൽ ഇൻആക്റ്റീവ് ആയിട്ടുള്ള ഇതിന്റെ സഹായത്തോടെ കത്തിച്ച് കളയുന്നത്. ഇൻസിനറേഷൻ ക്യാൻ ബി either oil fired or powered by electricity or a combination. നമുക്ക് എന്തൊക്കെ രീതിയിൽ ഇൻസിനറേഷൻ ചെയ്യാം? എന്തെങ്കിലും ഓയിൽ, പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്തെങ്ങാണ്ടോ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വൈദ്യുതി യൂസ് ചെയ്ത് കഴിഞ്ഞാട്ടോ, അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷനില് നമുക്ക് നടത്താൻ സാധിക്കും. ഇൻസിനറേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആക്ച്വൽ വോള്യത്തിന്റെ, നമ്മ കത്തിച്ച് കളയുന്ന വോള്യത്തിന്റെ ഒരു 30% മാത്രമേ ഉണ്ടാവുള്ളൂ ഡിസ്പോസ് ചെയ്തതിനു ശേഷം. ഇൻസിനറേഷൻ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആക്ച്വൽ വോള്യത്തിന്റെ ഉണ്ടായിരിക്കുന്ന വോള്യത്തിന്റെ ഒരു 30% മാത്രം നമുക്ക് അതിന്റെ അവശിഷ്ടം കിട്ടുള്ളൂ. ക്ലിയർ ആയത്? മിസ് എടുത്താലേ ഇതൊക്കെ, മിസ് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഓട്ടോ ക്ലൈമിൽ ചോദിക്കാം, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് സ്റ്റീം ചെയ്യുന്ന പ്രോസസ് ഏതാണ്?
മിസ് ഇത് മോക്ക് ടെസ്റ്റിന് വന്നിട്ടില്ലേ ഈ ഓട്ടോക്ലേവിംഗ് മൈക്രോവേവ് റേഡിയേഷൻ ഒക്കെ മോക്ക് ടെസ്റ്റിന് അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉണ്ട്. അതൊക്കെ മിസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തരുന്നത് ഈ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഇട്ട് തരുന്നത്. അതൊക്കെ നോക്കാട്ടാ. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാല് ഉയർന്ന ടെമ്പറേച്ചർ യൂസ് ചെയ്ത് കാണിട്ട് സ്റ്റീം ചെയ്യുന്ന നീരാവി കടത്തിവിടുന്ന പ്രോസസ് പ്രക്രിയയാണ്. ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ഫോർ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഇത് ഏതൊക്കെ തരം വേസ്റ്റുകൾക്കാണ് യൂസ് ചെയ്യുന്നത്? ലാബുകളിലുള്ള മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റുകൾ, അല്ലെങ്കിൽ ഷാർപ്പ് വേസ്റ്റുകൾ, അല്ലെങ്കിൽ ഡർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകൾ അല്ലെ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനാണ് ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത്. ദിസ് ടെക്നോളജി ഓഫേഴ്സ് സർട്ടൻ categories of waste that is not determined so that the treated residue can be landfillകൾ. ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലാസ്റ്റ് കിട്ടുന്ന അവശിഷ്ടങ്ങൾ ലാൻഡ്ഫില്ലുകൾ ചെയ്യാനായിട്ട് അല്ലെ എന്താണ് ഈ ആളൊഴിഞ്ഞ പ്രദേശങ്ങള് നികത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് മൈക്രോവേവിംഗ് റേഡിയേഷൻ എന്താണ്? ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് എന്ത് ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെ അതല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന പ്രക്രിയ, ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കുന്ന അണുനശീകരണം നടത്തുന്ന പ്രക്രിയയാണ് മൈക്രോവേവ് റേഡിയേഷൻ. പറയണോ അത്? വേണ്ട. കെമിക്കൽ മെത്തേഡ്സുകൾ എന്താണ്? എന്തെങ്കിലും കെമിക്കൽ മെത്തേഡ്സുകൾ യൂസ് ചെയ്ത് എന്താണ് കെമിക്കൽ ലായനികളോ അല്ലെങ്കിൽ ഹൈപ്പോക്ലോറിക് എന്താണ് ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻസ് യൂസ് ചെയ്ത് കാണിട്ട് ചെയ്യുന്ന പ്രക്രിയ, ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന പ്രക്രിയ. നെക്സ്റ്റ് പ്ലാസ്മ പൈറോളസിസ്. പ്ലാസ്മ പൈറോളസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മ എനർജി യൂസ് ചെയ്ത് കാണിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന ആബ്സെൻസ് ഓഫ് എയറിന്റെ അഭാവത്തില് ഓക്സിജന്റെ അല്ലെങ്കിൽ എയറിന്റെ അഭാവത്തിൽ ചെയ്യുന്ന ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളസിസ്. നെക്സ്റ്റ് ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ നികത്താല് അതല്ലെങ്കിൽ എന്താണ് ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കൊണ്ടുപോയി കാണിട്ട് ഇങ്ങനെയുള്ള എന്താണ് വേസ്റ്റുകള് ബയോമെഡിക്കൽ വേസ്റ്റുകള് വലിയ കുഴി കുത്തി കാണിട്ട് എന്താണ് ഇങ്ങനെ ലെയർ ആക്കി കാണിട്ടൊക്കെ മൂടുന്നതാണ് ലാൻഡ് ഡിസ്പോസൽ. നെക്സ്റ്റ് ഇൻഹേർട്ടൈസേഷൻ. ഇൻഹേർട്ടൈസേഷൻസ് എയറിന് പൊല്യൂഷൻ ആവാത്ത രീതിയിൽ അല്ലെ നമ്മുടെ വായു മലിനീകരണം അതല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എന്താണ് ലെയർ വേസ് ചെയ്ത് കാണിട്ട് കുഴി കുത്തി ലെയർ ആക്കി തിരിച്ചും കാണിട്ടൊക്കെ എന്താണ് ഈ വേസ്റ്റുകള് ഡിസ്പോസ് ലാൻഡ് ഫില്ല് ചെയ്യുന്നതാണ്, നിലനിർത്തുന്നതാണ് ലാൻഡ് ഡിസ്പോസൽ. ഇൻഹേർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻസിനറേഷൻ ആഷസുകൾ അല്ലെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ചാരങ്ങൾ അതല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ അല്ലെ നമ്മുടെ മെഡിസിൻസ് പൊടിച്ച് കഴിഞ്ഞിട്ടുന്ന ആ പൊടികൾ അതൊക്കെ എന്താണ് സിമന്റിലോ അതല്ലെങ്കിൽ കുമ്മായത്തിലോ അതല്ലെങ്കിൽ എന്താണ് ബ്ലീച്ചിങ് പൗഡറിലൊക്കെ മിക്സ് ചെയ്ത് കാണിട്ട് ഡിസ്പോസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇൻഹേർട്ടൈസേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇമേജിന്റെ ഫുൾ ഫോം നോക്കിയാട്ടാ. ഇമേജ് സ്റ്റാൻഡ്സ് ഫോർ. ഇമേജ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പാലക്കാട്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ റിലീസ് ചെയ്തത് എന്താണ്? അത് ചോദിക്കാം. എവിടെയാണ് ബയോമെഡിക്കൽ എന്നാണ്?
2016. ഓക്കെ. പിന്നെ ഒരു ദിവസം എത്ര ടൺ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഇമേജിൽ വരുന്നത്? അടയാളപ്പെടുത്തിക്കോട്ടെ മിസ് പറയുന്നതോടൊപ്പം. 55.8. ഓക്കെ. അത്രേ ഉള്ളൂ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ. അറിയാവുന്നത് തന്നെയാണ് അല്ലേ? ആണോ? ആണെല്ലാം അറിയാവുന്നത് തന്നെയാണ് അല്ലേ? പിന്നെ നെക്സ്റ്റ് നമുക്ക് ഫാർമസിയിലെ നോക്കിയാലോ. ഇമ്പോർട്ടന്റ് സെക്ഷൻസ്, ഇമ്പോർട്ടന്റ് ഭാഗങ്ങള്. ഫാർമസി വല്ലത് ഓർമ്മയില്ല? മിസ് ഫസ്റ്റ് എടുത്ത ചാപ്റ്റർ ആണ് ഫാർമസി. ഓർമ്മയില്ല? കുറച്ചില്ലേ? മറന്നുപോയി. മിസ് ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചറിലെ നമ്മുടെ ഫാർമസിയിലെ ഇൻഫ്രാസ്ട്രക്ചർ അതെടുത്തേ. ഫാർമസി എന്നുള്ള ചാപ്റ്റർ നമ്പർ 15. ഓക്കെ. അതിലെ ഇൻഫ്രാസ്ട്രക്ചറിലെ രണ്ടാമത്തെ പോയിന്റ്, they should have a grand appearance of and must have enough space patient who should wait for medicines. അത് ചോദിക്കാട്ടാ. ആ സെക്കൻഡ് പോയിന്റ് ഇൻഫ്രാസ്ട്രക്ചറിലെ സെക്കൻഡ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. അത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിലെ 10th പോയിന്റ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുത്തത്, ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാട്ടോ. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം ഒന്ന് നോക്കി വെക്കണേ. ഓക്കെ. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഫാർമസി. ഫാർമസിയുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രാൻഡ് അപ്പിയറൻസ്. എന്താണ്? ആളുകൾക്ക് വെയിറ്റ് ചെയ്യാതെ മെഡിസിൻസ് കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യാൻ ആവശ്യമായ എന്താണ് സ്ഥലം ഉണ്ടായിരിക്കുക. പിന്നെന്താണ്? സ്റ്റോക്കുകള് അല്ലെങ്കിൽ സ്റ്റോക്ക് സൊല്യൂഷൻസ്, പൗഡേഴ്സ്, ഓയിൽമെന്റുകളൊക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് ആവശ്യമായ സ്ഥലം ഉണ്ടായിരിക്കുക. പിന്നെന്താണ്? ചീഫ് ഓഫീസർ ഉള്ള ഓഫീസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പാക്കേജിങ്ങിന്, ലേബലിനുള്ള ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ കോൾഡ് സ്റ്റോറേജ്, വാക്സിൻസ് അല്ലെ, ഇൻസുലിന്, അങ്ങനെയുള്ള ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ. റിസർച്ച് വിങ്ങൾ, എന്താണ്? മെഡിസിൻ ഒക്കെ ഗവേഷണം ചെയ്തില്ലേ, അതിനു വേണ്ടിയിട്ട് റിസർച്ച് വിങ്ങുകളുടെ സെക്ഷൻ ഉണ്ടായിരിക്കണം. ഫാർമസിയിലെ മെഡിസിനുകളൊക്കെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ലൈബ്രറി ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ അല്ലെ, റേഡിയോ ഐസോട്ടോപ്പുകൾ അല്ലെ അങ്ങനെയുള്ള മെഡിസിനുകൾ യൂസ് ചെയ്യാൻ, എന്താണ്? കീമോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ ഇതുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇനി എക്യുപ്മെന്റ്സുകള്, ലാബിലെ എക്യുപ്മെന്റ്സുകൾ ചോദിക്കാം. It is not included in lab equipments. അല്ലെങ്കിൽ which is included, ഏതാണ് ലാബിലെ എക്യുപ്മെന്റ് എന്നൊക്കെ ചേർന്ന് ചോദിക്കാട്ടാ. പ്രിസ്ക്രിപ്ഷൻ കേസ്, എന്താണ്? രോഗികളുടെ മരുന്നുകൾ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ കേസുകള്. ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്, എന്താണ്? കബോർഡുകൾ അല്ലെ, ഡ്രഗുകൾ സൂക്ഷിക്കുന്നതിന് ആവശ്യമായ ഫാർമസിയാണ് ഫാർമസി. കബോർഡുകള്. പിന്നെന്താണ്? ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസുകൾ, നമുക്ക് ഇങ്ങനെ വലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കബോർഡ്, ഡ്രോയർ ക്യാബിനറ്റും കബോർഡ് ബേസുകളും. പിന്നെ ടേബിൾസ്, പിന്നെ സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡുകൾ, കൈ കഴുകുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ, സിങ്ക് വിത്ത്
ഡ്രെയിൻ ബോർഡ്, ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടർ ആൻഡ് പെസ്റ്റൽസ്. മോർട്ടർ ആൻഡ് പെസ്റ്റൽസ് എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ സോറി മാറിപ്പോയതാണ്, ഫാർമസിയാണ്, മാറിപ്പോയാണ്. എന്താണ് മോർട്ടർ ആൻഡ് പെസ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മരുന്നുകൾ, ഗുളികകൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിലെ അപ്പൊ അവർക്ക് എന്താണ് മെഡിസിനുകൾ ഇടിച്ചു കൊടുക്കൂലേ, പൊടിച്ചു കൊടുക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവും. ഈ ചമ്മന്തിയൊക്കെ ഇടിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളതാണ് പെസ്റ്റൈഡ്, മോർട്ടർ ആൻഡ് പെസ്റ്റൈഡ്സ്. അങ്ങനത്തെ എന്തുണ്ടായിരിക്കും? കബോർഡ് വിത്ത് ഗ്ലാസ് അട്ടൻസ്, അടയ്ക്കുന്ന കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ. ഗ്ലാസ് കൊണ്ടുള്ള ബീക്കർ, ഫണൽസ് അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കബോർഡുകള്. പിന്നെ എന്താണ്? റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ നാർക്കോട്ടിക് സേഫുകൾ. എന്താണ്? നാർക്കോട്ടിക് മരുന്നുകൾ. എന്താണ്? സെഡേഷൻ ഉള്ള മരുന്നുകൾ, അതല്ലെങ്കിൽ പെയിന് വേണ്ടിയിട്ട്, പെയിൻ ഇല്ലാതാക്കുന്നതിന്, വേദനയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്ന നാർക്കോട്ടിക് സേഫുകൾ. ഓഫീസ് ഡെസ്ക്, എന്താണ്? ടെലിഫോൺ കണക്ഷൻ ഒക്കെ ഉള്ള. പിന്നെ ഡിസ്പെൻസിംഗ് വിൻഡോസ്, എന്താണ്? പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിതരണ വിൻഡോ, ജനൽ. ഈ സ്റ്റാഫിങ്, ആ ബോക്സ് ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില് എത്ര ഫാർമസിസ്റ്റുകൾ വേണം ലാബില്? ലാബിലല്ല, ഫാർമസിയില്. ആ ബോക്സ് സ്റ്റാഫിംഗ് ആ ബോക്സില് പറയേണ്ട ദിവസങ്ങളല്ലേ അത്? ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യും, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹോസ്പിറ്റൽസ് ഫ്ലോ ചാർട്ട് ഇല്ലേ ഫാർമസിയുടെ? ഓക്കെ, അത്. പിന്നെ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ അംഗങ്ങള് എടുത്തപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ഇതില് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് ഇല്ലേ, അതില് ഹോസ്പിറ്റൽ ഫോർമുലറിയില് മരുന്നുകളുടെ ലിസ്റ്റില് എത്ര മരുന്നുകൾ ഉൾപ്പെടുത്താമെന്നുണ്ട്? 250 മുതൽ 300 ഡ്രഗ്സുകളുടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഫോർമുലറില് ആ ഹോസ്പിറ്റലിലെ 250 മുതൽ 300 ഡ്രഗ്സുകളെ വിവരങ്ങള് ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഈ സ്റ്റോക്കിന്റെ കളവും ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഫോളോ ചെയ്യേണ്ടത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല? എന്താണ്? സ്റ്റോക്കുകൾ, മരുന്നുകളുടെ ഓവർ സ്റ്റോക്കിംഗ്. എന്താണ്? ഒരുപാട് മരുന്നുകൾ വീണ്ടും വീണ്ടും സ്റ്റോക്ക് ചെയ്യാതെ ഓവർ സ്റ്റോക്ക് ചെയ്യുക. അതല്ലെങ്കിൽ കളവുകൾ, ഈ സെഡേഷന്റെ മരുന്നുകള് അല്ലെങ്കിൽ നാർക്കോട്ടിക് മരുന്നുകളൊക്കെ എന്താണ്? കളവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളിലൊക്കെ എന്താണ് കളവ് സംഭവിക്കുന്നതും ഓവർ സ്റ്റോക്ക് ചെയ്യുന്നതും തടയുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അത് ചോദിക്കാം, അടയാളപ്പെടുത്തിക്കോ. അത് NB എന്നും പറഞ്ഞത്. ആ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്ത് കഴിഞ്ഞാല്, നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആ മെഡിസിന്റെ അല്ലെ നമ്പർ അറിയാൻ പറ്റും. എന്തൊക്കെ മെഡിസിൻസ് എത്ര നമ്പറിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഹോസ്പിറ്റൽ ഫാർമസിയിലെ റെക്കോർഡുകൾ, രജിസ്റ്റർ ഏതൊക്കെയാണ്? സ്റ്റോക്ക് ലെഡ്ജർ എന്നാണ്. ഏതൊക്കെ മെഡിസിൻസ് ആണ് അവിടെ സ്റ്റോക്ക് ഉള്ളത്? ഇൻഡന്റ് ആൻഡ് റെസീറ്റ്, വൗച്ചർ,
റെസിപ്റ്റ് വായിച്ചോളാം. പിന്നെ ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ, ഡ്രഗുകളെ കുറിച്ചുള്ളത്. പിന്നെ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇൻഡെക്സ് രജിസ്റ്റർ. പിന്നെ എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. എന്താണ് എക്സ്പയറി? എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എഴുതുന്നത്. പിന്നെ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താണ് അഡ്വേഴ്സ് റിയാക്ഷൻ? ഏതെങ്കിലും മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താണ് റിയാക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ, അലർജിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സുകൾ. എന്താണ് നമുക്ക് തരുന്നാല് വിതരണം ചെയ്യുന്ന സപ്ലയേഴ്സിന്റെ, വിതരണക്കാരുടെ ഡീറ്റെയിൽസ്, അവർ എത്ര യൂണിറ്റ് വരെ നമുക്ക് തരുന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന ഫയലുകള്. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് വൗച്ചർ. പിന്നെ വൗച്ചർ പണം അയക്കാനല്ലേ നമുക്ക് ഇതിന് പണം ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ റെക്കോർഡുകൾ, വൗച്ചേഴ്സ്. പിന്നെ ഡെനോസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. എന്താണ് ദുരാരോപണം ചുമത്തപ്പെട്ട? എന്താണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മെഡിസിൻ തന്നിട്ടുണ്ടായി ഏതെങ്കിലും ഒരു സപ്ലയേഴ്സ്, അവർ തന്ന മെഡിസിൻസ് ക്വാളിറ്റി കുറവാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകൾ വരില്ലേ? അല്ലെങ്കിൽ എന്താണ് അവര് തന്നിരിക്കുന്ന മെഡിസിൻസുകളിൽ ഉപയോഗിച്ചിരുന്ന കെമിക്കൽസ് പേഷ്യൻസിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നത് എന്തുണ്ടെങ്കിൽ എന്താണ് റോങ് ആയിട്ടുള്ള മെഡിസിൻ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡുകള്. പിന്നെ ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡുകള്. എന്താണ് ഒരു വർഷത്തേക്ക് അവർക്ക് വേണ്ടി വരുന്ന മരുന്നുകളുടെ സ്റ്റോക്ക് റെക്കോർഡ്സുകള്. പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റലിലെ മരുന്നുകളുടെ ലിസ്റ്റ്, എത്ര മരുന്നുകൾ അവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അത് ഏതൊക്കെ മെഡിസിൻസ് അവിടെയുണ്ട്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഫോർമുലറി. ആന്റിബയോട്ടിക് പോളിസി. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാല് നമുക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സുകൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സൂക്ഷിക്കുന്ന ആന്റിബയോട്ടിക് പോളിസി, അത് റെക്കോർഡ്സുകള്. പിന്നെ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സുകൾ. ഏതൊക്കെ മരുന്നുകളാണ് സ്റ്റോറേജ് ചെയ്യുന്നത്? ജനറൽ ഡ്രഗ്സുകൾ, സാധാരണ ഡ്രഗ്സുകൾ. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എന്താണ് പെയിൻസിന്, പെയിൻ റിലീഫിന് വേണ്ടിയിട്ട്, സെഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നാർക്കോട്ടിക്സ് ഡ്രഗ്സുകള്. കോൾഡ് സ്റ്റോറേജ് ഏരിയയിൽ സൂക്ഷിക്കുന്ന അല്ലെ, തണുപ്പിച്ച് സൂക്ഷിക്കുന്ന വാക്സിനേഷൻസ്, അങ്ങനെയുള്ള മെഡിസിൻസുകള്. പിന്നെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകള്. എന്താണ് അതിലുള്ള കെമിക്കൽസ് എന്താണ് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ള മെഡിസിൻസ് ആണ്, അങ്ങനെയുള്ള മെഡിസിൻസുകള്. പിന്നെ മരുന്നുകള് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഫിഫോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ? പിന്നെ HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ. ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ. ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? ഓക്കെ. നമ്മുടെ ഫിഫോ ഇല്ലേ, നമ്മുടെ മെഡിസിൻ എങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെ? ആദ്യം മേടിച്ച മെഡിസിൻസ് ആദ്യം നമ്മൾ വിതരണം ചെയ്യണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാൻ സാധ്യതയുണ്ട് അല്ലെ?
ജനറൽ മെഡിസിൻസിൽ FIFO പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എന്താണ് മെഡിസിൻസ് കൊടുക്കുമ്പോൾ എന്ത് പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ FIFO സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ FIFO എക്സ്പാൻഡഡ് ഫോം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, പല രീതികളിൽ ചോദിക്കാം FIFO ട്ടാ. ക്ലിയർ ആയോ? പിന്നെ HIS ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നഴ്സുമാരെ എന്തിലേക്കാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈ ഹിസ്സില് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് പേഷ്യൻസിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്? ഈ ഇൻഡന്റില് പേഷ്യൻസിന്റെ ID നമ്പർ, ബെഡ് നമ്പർ, പേഷ്യന്റ് നെയിം, ആ പേഷ്യൻസിന് എത്ര ഡോസിൽ എത്ര ഡോസേജില് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്, സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യൻസ് ക്യാബിനറ്റ്, പേഷ്യന്റ് ക്യാബിനറ്റിലെ പേഷ്യൻസിന്റെ ടേബിളില് മെഡിസിൻസ് എന്തെങ്കിലും സ്റ്റോർ ചെയ്യേണ്ടതുണ്ടോ? ലാസ്റ്റ് ഇൻഡന്റ് റിസീവ് പേപ്പർ. എന്താണ് ലാസ്റ്റ് പേപ്പർ? ആ ഇൻഡന്റ് ആ പേഷ്യന്റിന് എന്താണ് അവരുടെ റെക്കോർഡിൽ വെക്കുന്നതിനായിട്ട് കൊടുക്കുന്നു. കോപ്പി എടുത്ത് ആ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഇൻഡന്റ് വെക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? നഴ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ആണോ? ഡോക്ടറിന് അല്ലെങ്കിൽ നഴ്സുമാർക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര മെഡിസിൻസ് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തതെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഫിനാൻസസ്, ഹോസ്പിറ്റലിലേക്ക് ഫിനാൻസ് ലഭിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? നെക്സ്റ്റ്, പ്രോബ്ലംസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. എന്തൊക്കെ പ്രോബ്ലംസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫാർമസി സർവീസസിൽ വരുന്നത്? ക്യാരിയിങ് കോസ്റ്റ് വരില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മരുന്നുകൾ കൊണ്ടുവരുന്നതിന് അല്ലെ, അല്ലെങ്കിൽ അവിടെ സൂക്ഷിക്കുന്നതിനൊക്കെ കോസ്റ്റ് വരില്ലേ? പിന്നെ ഷോർട്ടേജ് കോസ്റ്റ്, ഷോർട്ടേജ് വരുന്നതിന് അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ഒരു മെഡിസിൻ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവരെന്താണ് അതിന്റെ ഡബിൾ പൈസക്ക് വേണമെങ്കിൽ എന്താണ് ആ മരുന്ന് അവർക്ക് പെട്ടെന്ന് വേണ്ടി വരുന്ന എന്താണ് ഒരു ഡബിൾ പൈസക്കൊക്കെ മേടിക്കേണ്ടി വരും അല്ലെ, ഷോർട്ടേജ് വന്നു കഴിഞ്ഞാല്. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ ലഭ്യമാക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഷോർട്ടേജസ് കോസ്റ്റുകള്. എക്സ്പയറി ഡ്രഗ്സ്. എന്താണ് എക്സ്പയറി കഴിഞ്ഞ ഡ്രഗ്സുകൾ പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് അവര് നശിപ്പിച്ച് കളയണം അല്ലെ, ഡിസ്പോസ് ചെയ്ത് കളയണം. അപ്പൊ അതെന്താണ് ആ കോസ്റ്റ് അവർക്ക് നഷ്ടമായിട്ട് വരികയാണ് അല്ലെ. എക്സ്പയറി ഡ്രഗ്സുകള്. ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. റാറ്റ്സോ എലികളോ അല്ലെങ്കിൽ ചെറിയ കീടങ്ങളൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെതലൊക്കെ ഇരിക്കില്ലേ? ഈ കബോർഡിലൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്താണ് ചെതലിരിക്കില്ലേ? അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ അവർ ഡിസ്പോസ് ചെയ്ത് കഴിയണം. അപ്പൊ അതൊക്കെ അവർക്ക് നഷ്ടമാണ് അല്ലെ. പിന്നെ പിൽഫ്രേജ്. എന്താണ് ചെറുമോഷണങ്ങൾ വരിക. മനസ്സിലായോ? പിന്നെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ. എന്താണ് വിപണിയില് അല്ലെ നിരോധിച്ച മരുന്നുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെന്താണ് അത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് മാറ്റൂലേ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സും എക്സ്പയറി ഡേറ്റ് ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എക്സ്പയറി എന്ന് പറഞ്ഞാല് എക്സ്പയറി ആയിട്ടുള്ള. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് വിപണിയിൽ നിരോധിച്ചത് അതല്ലെങ്കിൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകളൊക്കെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ. അത്രയേ ഉള്ളൂ ഫാർമസിയില്. അതാ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞതല്ല ഔട്ട്ഡേറ്റഡ്. എന്താണ് വിപണിയിൽ നിരോധിക്കുക അതല്ലെങ്കിൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് അവർ മാറ്റുന്ന മരുന്നുകളൊക്കെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ. എക്സ്പയറി ഡ്രഗ്സുകളാണ് ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ. കിട്ടിയോ എല്ലാവർക്കോ? ഓക്കെ.
മിസ് പറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ തന്നെയല്ലേ മിസ് പറഞ്ഞ അടയാളപ്പെടുത്താൻ നിൽക്കുന്നത്? ഡൗട്ട് ഉള്ള ഭാഗങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ മിസ് ചിലപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് നിങ്ങൾക്ക് എടുക്കുന്നത് ടെർമിനോളജി ആയിരിക്കും. സോറി, നിഷ ടീച്ചർ എടുക്കുന്നില്ലേ ഇപ്പൊ? ഓക്കെ, ആ ഭാഗട്ടാ. ഇനി വേറെ ചാപ്റ്റർ ഒക്കെ സിമ്പിൾ അല്ലേ? ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ് ഒക്കെ സിമ്പിൾ അല്ലേ? യൂട്യൂബിൽ നോക്കി നോക്ക്, അറിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എക്സാം ബോർഡിനൊക്കെ തരുമല്ലോ. അങ്ങനെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് എക്സാമിലേക്ക് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് വരും എന്നാണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.